പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് 150 വർഷത്തിൻ്റെ 1.5 നൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള ഒരു കലാലയത്തിലാണ്. മഹാരാജാസ് കോളേജ്, കൊച്ചിയുടെ മഹാരാജാസ്, എറണാകുളത്തിൻ്റെ മഹാരാജാസ്, തിരുവിതാംകൂറിൻ്റെ കാലത്ത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ജ്ഞാനമേഖലയെ മുഴുവൻ സമ്പുഷ്ടമാക്കിയ മഹാരാജാസ് കോളേജിലാണ് കലയും സാഹിത്യവും ഒക്കെയുണ്ട്. ഇവിടെ നമുക്കിപ്പം അഭിനന്ദുണ്ട്. അഭിനന്ദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അഭിനന്ദ് കണ്ണൂക്കാരനാണോ? ഞാൻ കണ്ണൂരാണ്. തോന്നി മുടിയും സ്റ്റൈലും ഒക്കെ കണ്ടപ്പോൾ. ഓക്കെ, എങ്ങനെയുണ്ട് ക്യാമ്പസിൽ ഇപ്പം ഒരുക്കമാണെന്ന് തോന്നുന്നു കലോത്സവത്തിൽ? അതെ, 17-ാം തീയതി മുതൽ നമ്മുടെ MG സർവകലാശാല കലോത്സവം തൊടുപുഴ അല്ലസർ കോളേജിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള റിഹേഴ്സലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കപ്പടിക്കൂ, കപ്പടിക്കണം. ആരാണ് നിങ്ങളുടെ തൊട്ടടുത്ത എതിരാളികൾ? സെൻട്രീസ് ഉണ്ട്, SH ഉണ്ട്, നമ്മുടെ തൊട്ടടുത്ത ക്യാമ്പസുകൾ തന്നെ. അതെ അതെ. അപ്പം ഈ പ്രത്യേകിച്ച് MG കോളേജുകൾ, MG യൂണിവേഴ്സിറ്റിയിലെ കലോത്സവം എന്ന് പറയുന്നത് വലിയ കൗതുകമുള്ള കലോത്സവമാണ്. കുറച്ച് കോളേജുകളേ ഉള്ളൂ, പക്ഷേ എല്ലാവരും നല്ല ഒന്നിനൊന്ന് മികച്ച കോളേജുകൾ. അതെ അതെ, തൊട്ടടുത്ത കോളേജുകളെല്ലാം തന്നെ വളരെയധികം നന്നായി പോരാടുന്നുണ്ട്. വലിയ സ്പിരിറ്റും ഉണ്ട്, മഹാരാജാ സ്പിരിറ്റ്. അതെ അതെ അല്ലേ? ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങളൊക്കെ എന്തിനാ പഠിക്കുന്നത്? സെക്കൻഡ് BA പൊളിറ്റിക്കൽ സയൻസ്. സെക്കൻഡ് ബികോം. ഞാൻ സെക്കൻഡ് PG പൊളിറ്റിക്കൽ സയൻസ്. സെക്കൻഡ് PG പൊളിറ്റിക്കൽ സയൻസ്. BA എക്കണോമിക്സ്. ഗ്രാംഷിയുടെ പ്രസിഡന്റ് ബുക്കൊക്കെ വായിച്ചിട്ടുണ്ടോ? ജയിൽ കുറിപ്പുകൾ വായിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞപ്പം എൻ്റെ വിദ്യാർത്ഥി ആകേണ്ടിയിരുന്ന വിദ്യാർത്ഥിയാണ് അനന്തു. ഞാൻ ഇവിടെയാണ് ഒരുപക്ഷെ ട്രാൻസ്ഫർ കൊടുത്ത് വരേണ്ടിയിരുന്നത്. ഇവിടെ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആയിരുന്നത്. അനന്തു അപ്പോൾ സ്റ്റുഡൻ്റ് ആയേനെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ക്യാമ്പസിലേക്ക് എത്തി. ക്യാമ്പസിന്റെ രാഷ്ട്രീയം ഇതിൽ നിന്ന് വ്യക്തമാണ്. നല്ല കൊടിതോരണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ KSU ഉണ്ടല്ലോ. ഉണ്ട്, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഉണ്ട്. KSU ഉണ്ട്, MSF ഉണ്ട്, വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഓക്കെ. ഇവിടുത്തെ ഓരോ കാൽ ചുവട്ടിലും അല്ലെങ്കിൽ ഓരോ മണൽത്തരിയിലും ഒരുപാട് പ്രതിഭകളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ചരിത്രമുള്ളൊരു കോളേജ് അല്ലേ? ക്ലാസ്സൊക്കെ അതേപോലെ ചരിത്രം ഉണ്ടോ ഇപ്പം? ഉണ്ട്. ക്ലാസ്സുകളെല്ലാം സജീവമാണ്. ഓക്കെ. അതാണ് നമ്മുടെ ഈ ക്യാമ്പസിൻ്റെ ലഹരി എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഈ പോളിടെക്നിക്കിൻ്റെ ഹോസ്റ്റലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. പല ഹോസ്റ്റലുകളിലും ഇതേപോലെ ഈ സാധനങ്ങളുണ്ട് എന്നുള്ളത്. അനന്തിന് അറിയാമല്ലോ, ഈ കോളേജിലും ഈ വല്ലാത്ത രീതിയിൽ ഈ ലഹരിയുടെ ഒരു യൂസ് കടന്നു വരുന്നുണ്ട്. അതൊരു ഫാഷനായിട്ട് മാറുന്നു. ആൾക്കാർ എക്ടസിക്ക് വേണ്ടി ഹൈ ആവാൻ വേണ്ടി ഉപയോഗിക്കുന്നു, കൂളാവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം ഈ ക്യാമ്പസിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ? ഡ്രഗ്സിൻ്റെ ക്യാമ്പസിന് അകത്ത് വലിയ രീതിയിലുള്ള ലഹരി ഉപയോഗങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഈ പറയുന്നത് പോലെ നമുക്കറിയാം, എറണാകുളം പോലുള്ളൊരു വലിയ നഗരത്തിൻ്റെ നടുവിലിരിക്കുന്ന ഒരു ക്യാമ്പസാണ്. വളരെ എളുപ്പത്തിൽ ഈ പറയുന്ന ഡ്രഗ് മാഫിയകൾക്കെല്ലാം തന്നെ പിടികൂടാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഒളിവിലെല്ലാം വളരെ സജീവമായി ലഹരിയുടെ ഉപയോഗം നടക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ക്യാമ്പസിനകത്ത് അത് വലിയ രീതിയിലില്ല. കാരണം വളരെ കാലം മുമ്പേ തന്നെ നമ്മളതിനെ ആ രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു കാലത്ത് ലഹരി മാഫിയ സംഘങ്ങളെല്ലാം ഈ ക്യാമ്പസിനകത്ത് വെച്ച് ഏറ്റുമുട്ടലുകൾ ഉൾപ്പെടെ ഉണ്ടായ ചരിത്രമൊക്കെ പറയാറുണ്ട് നമ്മളോട് മുന്നേ പഠിച്ചവരൊക്കെ. അപ്പോൾ ആ രീതിയിലുള്ളൊരു വലിയ പ്രതിരോധം നിലവിൽ നടക്കുന്നത് കൊണ്ട് ക്യാമ്പസിനകത്തും ഒന്നും തന്നെ ഈ രീതിയിലില്ല. എന്നിരുന്നാൽ പോലും വളരെ കർശനമായ രീതിയിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു വലിയ, ഇപ്പോൾ എക്സൈസ് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഒരു പരിപാടി നമ്മൾ സർക്കാരിൻ്റെ നേതൃത്വത്തിലായാലും ആസൂത്രണം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര്, ഈ മരത്തിൻ്റെ പേര് സമരമരം എന്നാണ്. ഉണങ്ങിത്തുടങ്ങിയ ശിഖരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കാര്യമായി വലിയ ഉണക്ക് ബാധിച്ചിട്ടില്ല. തളിരൊക്കെ ഇടുന്നുണ്ട് അല്ലേ സമരമരം? നമ്മുടെ രാഷ്ട്രീയം പോലെ, വിദ്യാർത്ഥി രാഷ്ട്രീയം പോലെ തന്നെ. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പം അല്ലേ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ സമരമരത്തിന് ചുറ്റും വന്നിരുന്നതാണ്. കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. വരൂ ആര്യ നമ്മൾ ഇവിടുത്തെ ആര്യ ഇവിടുത്തെ ഒരു കലാകാരി കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആര്യയെ കൂടി നമ്മൾ ക്ഷണിക്കാം. വരൂ ആര്യ. ഗുഡ് മോർണിംഗ്. പൊളിറ്റിക്കൽ സയൻസ് ആണോ? എക്കണോമിക്സ് ആണ്. ഒരു ഗായിക കലാകാരി കൂടിയാണ്. വരൂ. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റാ? മലയാളം, മാത്സ്. അപ്പോൾ നമുക്ക് ഈ സമരമരത്തിൻ്റെ ചുറ്റും ഇരിക്കാം. രസമുള്ളൊരു സ്ഥലമാണല്ലോ. അപ്പോൾ നമ്മൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്. സംഘടനകളൊക്കെ വളരെ ആക്റ്റീവ് ആകുമ്പോൾ സ്വാഭാവികമായും ഈ ലഹരിയുടെ അടിവേര് നമുക്ക് പറിച്ച് കളയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്യാമ്പസിൽ നിങ്ങൾ സംഘടനാപരമായിട്ട് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെന്നറിഞ്ഞാൽ എന്താ ചെയ്യുക? ഇല്ല, സംഘടനാപരമായി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അതിനെ നിയമപരമായി നേരിടും. അവരെ സംഘടന ഒരു കാരണവശാലും ആ വിഷയം പൂഴ്ത്തത്തില്ലല്ലോ. ഇല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം വിദ്യാർത്ഥികൾ ഉപയോഗിക്കുക. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് പറയുക, മോനെ കുറച്ചുകൂടി ആവേശമൊക്കെ കിട്ടും, എനർജിയൊക്കെ കിട്ടും, രാത്രി ഉറങ്ങാതിരിക്കണ്ടേ, കലോത്സവത്തിനൊക്കെ പോവല്ലേ, ഇതിൽ അടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞാൽ എന്ത് പറയുന്നുണ്ട്? നമ്മൾ ഈ ലഹരിയിൽ നിന്നെല്ലാം വിട്ടുവെക്കാനാണ് മഹാരാജാസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് തന്നെ. കാരണം ഇവിടെ നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഇവിടെ കോളേജ് ആർട്സ് ഉണ്ട്, മറ്റ് പ്രവർത്തനങ്ങളുണ്ട്. ദൈനംദിനം നമ്മൾ പല വിധത്തിലുള്ള സെമിനാറുകളായാലും കലാപ്രവർത്തനങ്ങളായാലും
അങ്ങനെ ഒരു ആഘോഷത്തിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നിന്ന് ആരെങ്കിലും വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കും. അത് തിരിച്ചു കൊണ്ടുവന്നേ നമുക്ക് മതിയാവും അല്ലേ? അതെ അതെ. എന്ത് ചെയ്യും നമ്മൾ? പിള്ളേരൊക്കെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുന്നവർ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല, ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എറണാകുളത്തിന് ഒരു നഗര സ്വഭാവത്തിൽ ഈ ലഹരിയുടെ ഉപയോഗം വളരെ വ്യാപകമായിട്ട് നിലവിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഈ ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങി പല സ്ഥലങ്ങളിലും നടക്കുന്ന സമയത്ത് ഉൾപ്പെടെ പല ആളുകളെ ആ രീതിയിൽ കാണാൻ വേണ്ടി ഉൾപ്പെടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആര്യയുടെ ഒരു പാട്ടും കൂടെ കേൾക്കാം. വരിക ആര്യ, നമ്മുടെ മഹാരാജാസിന്റെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സംഘനൃത്തം, അല്ല സംഘഗാനം. വരൂ. അപ്പോൾ ഒരുപാട് പേരുണ്ട് ഈ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾ. ഈ വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്കൊരാൾ ഡ്രഗ്സ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങളോട് വന്ന് പറയുകയാണ്, നിങ്ങൾ എന്ത് പറയും? പോന്നോട്ടെ എന്ന് പറയുമോ? വേണ്ടെന്ന് പറയും. എന്തുകൊണ്ട് വേണ്ട? എന്താണ് നിങ്ങളുടെ ലഹരി? എന്താ? പഠിത്തമല്ലാതെ സുഹൃത്തുക്കളുടെ അടുത്തിരിക്കുക, യാത്ര പോവുക, അല്ലെ? ഫ്രണ്ട്ഷിപ്പിന്റെ സ്പേസ് ആണ് നിങ്ങളുടെ ലഹരി അല്ലേ? എന്താണ് ഇവിടെ ജീവിതത്തിൽ പഠിത്തമല്ലാതെ ലഹരി? എന്താ? ചുറ്റുപാട് തന്നെയാണ്. ചുറ്റുപാടുള്ള മനുഷ്യരുമായിട്ട് സംസാരിക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ ലഹരിയായിട്ട് മാറുന്നത് ഒരു സമയം. ഇവിടെ എന്താണ്? എനിക്ക് മഹാരാജാസാണ് എൻ്റെ ലഹരി. മഹാരാജാസ് ആണ് ലഹരി എന്ന് പറയുന്നത്. മഹാരാജാസ് വിട്ടുപോയ എന്ത് ചെയ്യും? ഇതിന് മുമ്പിൽ ചായ കടയൊക്കെ നടത്തുവോ? എന്ത് ചെയ്യുന്നു? എന്ത് പഠിക്കുന്നു? ഞാൻ BA എക്കണോമിക്സ് ഫസ്റ്റ് ഇയർ. എക്കണോമിക്സ് ആണ് അല്ലേ? മഹാരാജാസിൽ എത്തിയപ്പോൾ സ്പിരിറ്റ് ഉണ്ട്. വേറെ സ്പിരിറ്റ് ആവശ്യമില്ല. ഇല്ല. ഇവിടെ എന്താണ് ലഹരി? പഠനം, സംഘടനാ പ്രവർത്തനത്തിൽ ഒരു ലഹരി കിട്ടുന്നുണ്ട്, ഒരു ഊർജ്ജം കിട്ടുന്നുണ്ട്. നമ്മൾ അതിന്റെയൊക്കെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളും ഒക്കെ ഇത് യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പം വളരെ ആക്സസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വരുന്നവരുടെ കാര്യം അറിഞ്ഞാൽ എന്താ ചെയ്യുക? എന്താ പേര്? നമ്മുടെ അവരെ തിരുത്താൻ വേണ്ടി തയ്യാറാവും ആദ്യം തന്നെ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നിലവിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ശ്രദ്ധയപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്താ ലഹരി? സംഘടന തന്നെയാണ് ലഹരി. ചുറ്റുപാടുള്ള മനുഷ്യരുമായിട്ടുള്ള ഇടപെടലാണ്, അവരുമായിട്ടുള്ള വർത്തമാനമാണ് ലഹരി. ആര്യക്ക് പാട്ടാണോ ലഹരി? അല്ല. ആര്യ പറഞ്ഞു ഗായികയാക്കി എന്നുള്ളതാണ് ആര്യ പറയുന്നത്. ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ചുറ്റുപാടും തന്നെയാണ്, സംഘടന പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ലഹരി. അപ്പം ലഹരിക്കെതിരെ നോ പറയുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഈ നഗരത്തിലുമുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും നഗരമധ്യത്തിലുള്ള ഒരു കോളേജിൽ അതിൻ്റെതായ സ്വാഭാവികമായ പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികൾക്കിടയിലും മികച്ച സംഘടനാ പ്രവർത്തനം നടത്തി ഇവിടുത്തെ എല്ലാ യൂണിറ്റുകളും, അല്ലേ, SFI ആണെങ്കിലും KSU ആണെങ്കിലും എല്ലാം ഈ നോ ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ ഭാഗമാണ്. ആരും വെച്ച് ഉറപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കൊരു സംഘഗാനത്തോടു കൂടി നമ്മൾ ഇവിടെ പറയും. അപ്പം ആരാ ലീഡ് ചെയ്യുന്നു? ആരാ നമ്മുടെ ഗായകൻ്റെ പേര്? ആദിത്യൻ. ഗായകനൊന്നല്ല. ആദിത്യൻ എന്ന പേര് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി. ഇന്നലത്തെ കേസിനകത്ത് ഒരു ആദിത്യനുണ്ട്. പക്ഷെ പേടിക്കണ്ട, എല്ലാവരും എല്ലാ പേരും ആദിത്യനല്ല, വേറെ ആദിത്യനാണ് അല്ലേ? മഷീട്ട് നോക്കിയാൽ ആ പേര് കിട്ടില്ല. എന്നുള്ളതാണ്. ആദിത്യന്റെ സ്വദേശം എവിടെയാ? കാസർഗോഡ് അല്ലേ? നിങ്ങൾ കണ്ണൂർ കാസർഗോഡുകാരാണല്ലോ കൂടുതൽ ഇവിടെ. അതെ. അങ്ങനെ വടക്കൻ ഗോപിയൊന്നല്ല. ഈ കോവിഡിനൊക്കെ ശേഷം ഒരുപക്ഷെ എറണാകുളം ഭാഗത്തേക്ക് തന്നെ മലബാർ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ ഒഴുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നവരാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. യൂണിയൻ ചെയർമാൻ നമുക്കൊപ്പമുണ്ട്. ഇവിടുത്തെ സർഗാത്മക യൗവനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്കൊരു പാട്ടാവാം അല്ലേ? മഹാരാജാസ് ഏത് പാട്ടാണ് നമ്മൾ പാടുക? ശരി, വന്നാട്ടെ, അടുത്തോട്ട് വന്നാട്ടെ. ബാ, റെഡി, ബാ. അറിയാം, അടുത്ത് വരും. മൈക്കൂട്ടെങ്കിലേ കേൾക്കൂ, നമുക്ക് വേറെ സംവിധാനം ഇല്ല. തുള്ളിക്ക് കൂടം കണക്കല്ലേ പെയ്യണ കണ്ട് കരഞ്ഞു ഞാൻ. തുള്ളിക്ക് കൂടം കണക്കല്ലേ പെയ്യണ കണ്ടു കരഞ്ഞു ഞാൻ. പകലില്ല രാവില്ല മഞ്ഞില്ല മഴയില്ല പാടത്ത് പൊന്നു വിളഞ്ഞിട്ടും പട്ടിണിക്കൊട്ടും കുറവില്ലാലോ. പാടത്ത് പൊന്നു വിളഞ്ഞിട്ടും പട്ടിണിക്കൊട്ടും കുറവില്ലാലോ. കളപ്പൂരെ നെല്ല് കിടക്കണ് കൂരേത്തി പുകഞ്ഞില്ല. കളപ്പൂരെ നെല്ല് കിടക്കണ് കൂരേത്തി പുകഞ്ഞില്ല. ഉപ്പുകുത്തിയ മുളയ്ക്കുമോ വെളിമേ പടരുമോ?
ഉപ്പു കുത്തിയാ മുളയ്ക്കുമോ ഉപ്പു മുത്തിയാ മുളയ്ക്കുമോ വെളിമേ പടരും. എനിക്കൊന്നു ആ വാക്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഉപ്പ് കുത്തിയാൽ മുളയ്ക്കുമോ വേലിയിൽ പടരുമോ എന്നുള്ളതാണ് ചോദ്യം. ഏത് തലമുറയാണ് നിങ്ങൾ നട്ടു വളർത്തുന്നത്? ആ തലമുറയാണ് നാളത്തെ നമ്മുടെ സമൂഹത്തെ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു അനന്തു, താങ്ക് യു മഹാരാജാസ്. നമുക്ക് ഈ പ്രചോദനം നൽകിയതിന്, ഈ ക്യാമ്പയിൻ്റെ ഭാഗമാവുക. ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവട്ടെ. അതിന് നിങ്ങളൊക്കെ ശക്തമായിട്ട് അണിചേരുക. നിങ്ങളുടെ വില്ലൻ, നിങ്ങളുടെ ശത്രു ലഹരിയാണ്. മറ്റെല്ലാ രാഷ്ട്രീയത്തെയും നമുക്ക് നേരിടാം, പക്ഷേ ഇവന്മാർക്കെതിരെ തുറന്ന യുദ്ധത്തിനിറങ്ങണം. തീർച്ചയായും നിങ്ങളുടെ എല്ലാ ശക്തിയും അതിനുവേണ്ടി ഉപയോഗിക്കുക. എല്ലാ സംഘടനകളും ഉണ്ടാവും, നമ്മുടെ അടക്കമുള്ള മാധ്യമപ്രവർത്തകരും ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലടക്കമുള്ള സംവിധാനങ്ങളും ഉണ്ടാവും. താങ്ക് യു. അപ്പോൾ താങ്ക് യു ആദിത്യൻ, താങ്ക് യു അനന്തു. അപ്പോൾ രണ്ടും എ ആണ്. ആര്യ വീണ്ടും ഒരു എ, അഭിനന്ദാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. കലാലയങ്ങളിൽ ഈ സർഗാത്മകമായിട്ട് അവർ മാറുന്ന സമയത്ത് അവിടെ ലഹരിയെല്ലാം അപ്രത്യക്ഷമാകുമെന്നുള്ളതാണ്. സംഘടനകൾ ഉണ്ടാവണം, ശക്തമായി തന്നെ, ഊർജ്ജസ്വലമായി. പക്ഷേ ആ സംഘടനയുടെ മറവിൽ ഈ കച്ചവടം നടത്തുന്ന ആളുകളെ നമ്മൾ ഒറ്റപ്പെടുത്തുകയും വേണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ യാത്ര തുടരുന്നു. ചരിത്രം ഉറങ്ങി നിൽക്കുന്ന, ചരിത്രം ഇപ്പോഴും ജീവൻ തുടിപ്പോടുകൂടി നിൽക്കുന്ന മഹാരാജാസിൽ നിന്നും